ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു മാസ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്പൈഡർമാൻ്റെ മാസ്കാണ് നമ്മൾ എത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു ഫെവിക്കോൾ, ഫാബ്രിക് കളർ, പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബലൂണാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബലൂൺ, പിന്നെ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് വേണം, പേപ്പർ. അപ്പോൾ ഇത്രയും ഐറ്റം മാത്രമാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബലൂൺ എടുക്കാം. അപ്പോൾ നമുക്ക് ബലൂണൊന്ന് വീർപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തലേൻ്റെ സൈസിൽ ഏകദേശം നമുക്ക് ഇത്ര തലയുടെ ഷേപ്പിൽ നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് ഒരു കട്ടിട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കാം, ഇതുപോലെ. പിന്നെ നമുക്ക് വേണ്ടത് പേപ്പറാണ്, ഇതുപോലത്തെ പേപ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ പേപ്പറൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ സീസർ ഉപയോഗിച്ചിട്ട് നമുക്ക് പേപ്പർ ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്ത പീസുകൾ ഇങ്ങനെ ആക്കണം. ഇതുപോലെ ഫുള്ള് കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പം നമ്മൾ ഇത് പിന്നെ ഷോർട്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷോർട്ടായിട്ട് നമുക്കിങ്ങനെ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം എല്ലാ പീസും നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ചീസ് പീസായിട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫെവിക്കോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചാക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഫെവിക്കോൾ നമുക്കിതിലിങ്ങനെ നമ്മുടെ ഫെവിക്കോൾ നമ്മളിതിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫെവിക്കോൾ അടിക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. ഫെവിക്കോളും വെള്ളവും തമ്മിലുള്ള മിക്സ് ആക്കിയിട്ടാണ് നമ്മളിതിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ ഫെവിക്കോൾ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ആക്കാം. കുറച്ച് വെള്ളം മിക്സ് ആക്കിയാൽ മതി. അങ്ങനെ മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്കിങ്ങനെ മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഫുള്ളിങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം. ശേഷം നമ്മൾ വീർപ്പ് വെച്ച് ബലൂൺ എടുക്കണം. അപ്പോൾ നമ്മുടെ ബലൂൺ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മളിത് ബ്രഷ് കൊണ്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ തേച്ച് കൊടുത്ത ശേഷം നമ്മുടെ കട്ട് വെച്ച പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഇതിൻ്റെ മേലെ ഇങ്ങനെ സിമ്പിളായി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ഇങ്ങനെ തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളിങ്ങനെ ഫുള്ള് തേച്ച് ഓരോ പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇത് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ സിമ്പിളായിട്ട് ഈ സാധനം ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ഇത് നമ്മളതിൻ്റെ പകുതി ഭാഗം നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആക്കി എടുക്കണം. ശേഷം നമ്മൾ ഇങ്ങനെ ഫുൾ ഒട്ടിച്ചിട്ട് അപ്പോൾ നമ്മളിത് ഫുള്ളാക്കി ഇതുപോലെ ആക്കിയ ശേഷം നമ്മളിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളൊരു 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും നമ്മളിത് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ നമ്മളിത് വേറെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മൾ ഉണങ്ങാൻ വെച്ച സാധനം നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രി വെച്ചിട്ട് നമ്മൾ രാവിലെ നമ്മൾ എടുക്കണം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് മാത്രം ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഒരു മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 മാസ്ക് ഉണ്ടാക്കാൻ നമ്മളിത് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് 2 മാസ്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഭാഗം മാത്രം നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണങ്ങിയിട്ട് അടിപൊളി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബലൂൺ ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ. ആയിട്ട് ബലൂൺ പൊട്ടിക്കുന്നില്ല, നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ബലൂൺ പൊട്ടിച്ചപ്പോൾ നമുക്ക് സാധനം എന്താ ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബലൂൺ നമ്മളത് നല്ല ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ബലൂണിൻ്റെ പീസ് ഇങ്ങനെ അടി. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനം കണ്ടോ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇതുപോലെ ഷേപ്പിലാണ് നമുക്ക് സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഡ്ജൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കത്രിക പോയിട്ട് നമ്മുടെ ഇതിൻ്റെ എഡ്ജൊക്കെ നമ്മളിങ്ങനെ ഒന്ന് അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ റഫായിട്ട് നമ്മൾ ഒട്ടിച്ചതാണല്ലോ. അപ്പോൾ നമ്മളതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ എഡ്ജൊക്കെ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്.
ശേഷം നമുക്ക് സാധനങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ നമുക്ക് സാധനം കണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇതുപോലെ സാധനം കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കണ്ണിൻ്റെ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേന എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കണ്ണ് വരുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം. കണ്ണ് വരുന്ന ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മളിങ്ങനെ കണ്ണിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ റെഡ് പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ റെഡ് പെയിൻറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഫാബ്രിക് കളർ എടുത്ത് നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ റെഡ് പെയിൻറ്റ് അടിച്ചെടുക്കണം. ഫുള്ളായിട്ട് റെഡ് പെയിൻറ്റ് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ നമ്മളതിൽ ഫുള്ളായിട്ട് പെയിൻറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലേ, ഇതുപോലെയാണ് നമ്മൾ പെയിൻറ്റ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാസ്ക് ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ണിൻ്റെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതാണ് അടുത്ത ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളതിങ്ങനെ മെല്ലെ കത്രിക ഉപയോഗിച്ച് നമ്മളിങ്ങനെ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് കണ്ണിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊരു വൈറ്റ് കളർ സാധനം ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു വൈറ്റ് ഷീറ്റ്, അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ഭാഗത്ത് നമ്മളതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാൻ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് അതൊന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ രണ്ട് പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത് നമ്മളിങ്ങനെ പീസാക്കിയ ശേഷം നമുക്ക് കണ്ണിൻ്റെ ഭാഗത്ത് നമുക്കിതിങ്ങനെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗത്തും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈറ്റ്, നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു കവർ ടൈപ്പുള്ള ഒരു സാധനം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലാക്ക് ലൈൻ ഇട്ട് കൊടുക്കണം. എന്നാലും നമുക്ക് ആ ഒരു സ്പൈഡർമാൻ്റെ ഫീൽ ഇട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് വരച്ചെടുക്കാം. നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ലൈൻ ഇടണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ലൈൻ ഇട്ട് കൊടുത്ത ശേഷം അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ്റെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധനം എങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതിലൊരു റിബൺ ബാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫേസിലേക്ക് വെക്കുന്ന രീതിയിൽ നമുക്കത് ആയി കിട്ടും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ചേരം നമുക്കിതൊന്ന് ഉണങ്ങാൻ വിടാം. നമ്മളൊരു റിബൺ എടുത്തിട്ടുണ്ട്. ആ റിബൺ നമ്മൾ ഇതിൽ മാസ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മുഖത്ത് വെക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ഈ സാധനം ആയി കിട്ടും. അപ്പോൾ നമ്മളതിങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സാധനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വേറൊരു ഐറ്റമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.